Hi, good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രിഡ്ജ് ഓർഗനൈസേഷന്റെ വീഡിയോ ആണ്. എൻ്റെ അടുത്ത് നേരത്തെ മുതൽ കുറേ പേര് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴാണ് അതൊന്ന് ടൈം കിട്ടിയത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രിഡ്ജ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് ഓർഗനൈസേഷനിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്ത് തുടങ്ങാൻ പോണ്. ഡോറൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഓരോ തട്ടുകളായിട്ട് തുടച്ച് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഇരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഇത് ഹെന്ന മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ കിച്ചൂസിൻ്റെ സെഷ്വാൻ സോസാണ് ഇരിക്കുന്നത്. ഇത് രണ്ടും ഞാൻ എടുത്ത് മാറ്റിയിട്ടില്ല, തുടച്ചിട്ട് അതുപോലെ തന്നെ വെച്ചിരിക്കുകയാണ്. പിന്നെ പാലിരിക്കുന്നുണ്ട്, തൈര് ഇരിക്കുന്നുണ്ട്, ഇത്രയും കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇനി ഞാൻ വെക്കാൻ പോകുന്നത് ഫുഡ് ഐറ്റംസ് ആണ്. ഞാൻ ഏറ്റവും മുകളിലത്തെ തട്ടിലാണ് കുക്ക് ചെയ്ത ഫുഡ് വെക്കുന്നത്. കുക്ക് ചെയ്ത ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി എടുക്കുന്ന ഫുഡുകൾ എല്ലാം ഈ ഒരു മുകളിലത്തെ തട്ടിലാണ് കേട്ടോ വെക്കുന്നത്. ഇതെല്ലാം ഓരോ ദിവസവും എടുത്ത് തീരുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ കറികൾ, സാലഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണിത്. പിന്നെ ചമ്മന്തി അതുപോലെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് വരുന്നത് കസ്കസ്. നമുക്കിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് കസ്കസ് എപ്പോഴും ജ്യൂസുകളോ ഷേക്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആവശ്യം വരും. പിന്നെ നമ്മുടെ സാലഡിൻ്റെ റെസിപ്പി കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, സാലഡ് എപ്പോഴും വീട്ടിലുണ്ടാവും. അതിന് വേണ്ട തൈര് ഉണ്ടാവും. പിന്നെ ഞാൻ എപ്പോഴും സ്റ്റോക്ക് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ഉള്ളി പൊളിച്ചത്. ഉള്ളി എപ്പോഴും നന്നാക്കി വെച്ചിട്ടുണ്ടാവും. ആ ഉള്ളി അതുപോലെ തന്നെ ഇഞ്ചി മിക്കവാറും നന്നാക്കി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുന്നത് ഈ മുകളിലത്തെ തട്ടിലാണ്. ഇത് പയർ പുഴുക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മുകളിലത്തെ തട്ടിൽ വരുന്നത്. പിന്നെ വരുന്നത് രണ്ടാമത്തെ തട്ടിൽ സ്ഥിരമായിട്ട് വെക്കുന്നത് ഫ്രൂട്ട്സ് ആണ്. അത് രണ്ട് ടൈപ്പ് ഗ്രേപ്സ് ഉണ്ട്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഞാൻ ഇതിനു വേണ്ടി ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതല്ല. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ആണ് ഇതെല്ലാം. വാട്ടർമെലനും അതുപോലെ തന്നെ നമ്മുടെ ഗ്രേപ്സും. പിന്നെ ഉള്ളത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാലഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ വെജിറ്റബിൾസ് ഞാൻ വാങ്ങിച്ചു വയ്ക്കാറുണ്ട്. തക്കാളി ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് വെക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചി, പച്ചമുളക്. ഇത് എടുക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ വെക്കുന്നത്. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോമൺ ആയിട്ട് ആവശ്യം വരുന്ന കാര്യങ്ങൾ. പിന്നെ ഞാൻ എടുത്ത് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങയാണ്. ഇത് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതൊരു ടിപ്പാണ്. പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചാൽ ചെറുനാരങ്ങ മോശമായി പോവില്ല. അപ്പോൾ ചെറുനാരങ്ങ ലെഫ്റ്റ് അറ്റത്താണ് വെക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മല്ലിയില, പുതിനയില. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെറുനാരങ്ങയുടെ കൂടെ വയ്ക്കാറുള്ളത്. അപ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. നമ്മൾ ഒരേപോലെ അടുക്കി വെക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. പിന്നെ ഇത് കുറച്ച് തക്കാളി ഈ ഒരു ബോക്സിൽ കൊള്ളാതെ വന്നതാണ്. ഞാൻ ആദ്യം വാങ്ങിച്ച തക്കാളിയാണിത്. അപ്പോൾ ആ തക്കാളിയും കൂടി ഈ ഒരു ബോക്സിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു തട്ടുകളിൽ ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. പിന്നെ വെജിറ്റബിൾ ട്രേയുടെ ഉള്ളിൽ വെക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെജിറ്റബിൾസ് മാറി മാറി വരും കേട്ടോ. ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് ഇതുപോലത്തെ പാത്രങ്ങളിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും വെച്ചിരിക്കുന്നത്. ഇത് ക്യാരറ്റാണ്. ഏറ്റവും ഫ്രഷ് ആയിട്ട് വാങ്ങിക്കുന്ന വെജിറ്റബിൾ ട്രേയുടെ ഉള്ളിലാണ് വെക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മളിങ്ങനെ പുറമേ വെക്കും. എന്താണെന്ന് വെച്ചാൽ ആദ്യം എടുത്ത് തീരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റാണ്. അതുപോലെ തന്നെ കൊത്തമരക്കയുണ്ട്, പിന്നെ ബീൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഓർഗനൈസേഴ്സ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് സേവ് ചെയ്യാം. പിന്നെ ഉള്ളത് കുക്കുംബറാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സാലഡിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ മാങ്ങയുണ്ട്. വീണ്ടും എൻ്റെ കയ്യിലുള്ളത് ക്യാരറ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ആണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കൂടുതലായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ഡോറിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഡോറിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. പിന്നെ ഉള്ളത് 2 മുട്ടയേ ഉള്ളൂ കേട്ടോ. മുട്ട വാങ്ങിച്ചിട്ടില്ല, മുട്ട വാങ്ങിച്ചത് കഴിഞ്ഞു. പിന്നെ ഉള്ളത് ഒരു ഗ്രീൻ ആപ്പിളാണ്. അതൊരു സാലഡിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ മലര്, എള്ള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു റാക്കിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മലരും എള്ളും ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മോശമായി പോവില്ല, മലര് തണുത്തു പോവില്ല. അതുകൊണ്ടാണ് മലരൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത്. അവിലാണെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇതെല്ലാം മോശമായി പോകാതിരിക്കാനും മലര് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഏറ്റവും ഫ്രഷ് ആയിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കും. ഇത് കണ്ടോ, വാങ്ങിച്ച പോലെ തന്നെ ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരിക്കുന്നത്. പിന്നെ പാൽപ്പൊടി ഉണ്ട്. പിന്നെ ഇരിക്കുന്നത് സോസുകളാണ്. അതുപോലെ പാപ്രിക്ക പൗഡർ. പിന്നെ ഇത് മാങ്ങാച്ചാറല്ല കേട്ടോ,
നമ്മുടെ കേക്കിന് വേണ്ടി മിക്സ് ചെയ്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് വൈനിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് അടുത്ത വർഷം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾ ഈ വർഷം കേക്ക് ഉണ്ടാക്കിയിട്ട് ബാക്കി വരികയാണെങ്കിൽ ഇതുപോലെ ഒരു കുപ്പിയിലാക്കി വെച്ചോളൂ. അടുത്ത വർഷവും നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഒറിഗാനോ, ഗാർലിക് പൗഡർ, പീനട്ട് ബട്ടർ, അതുപോലെയുള്ള കാര്യങ്ങൾ. പിന്നെയുള്ളത് ബേക്കിംഗ് പൗഡർ ഉണ്ട്, കസ്റ്റർഡ് പൗഡർ ഉണ്ട്, കോൺഫ്ലവർ ഉണ്ട്, പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ട്, നമ്മുടെ വാനില എസൻസ്, ഈസ്റ്റ്, അതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു റാക്കിൽ, ഈ ഒരു തട്ടിൽ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കിച്ചൂസിൻ്റെ മയണൈസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വറ്റൽമുളകും അതുപോലെ തന്നെ മുഴുവൻ മല്ലി. ഇതൊക്കെ നമുക്ക് ചില മസാലകൾ ഉണ്ടാക്കാൻ ആവശ്യമാണ് ഈ മുഴുവൻ മല്ലിയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കുകയാണെങ്കിൽ മോശമായി പോവില്ല. അതുപോലെ തന്നെ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കും. നമ്മൾ വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയിട്ട് ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകളിൽ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മോശമായി പോവാതെ സൂക്ഷിക്കാം. പിന്നെ വെച്ചിരിക്കുന്നത് കിച്ചൂസിന് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ഞങ്ങളിവിടെ തണുത്ത വെള്ളം കിച്ചൂസ് അല്ലാതെ വേറെ ആരും കുടിക്കാറില്ല. പിന്നെ നമ്മുടെ റോസ്റ്റഡ് റവയാണ്. റവയും മൈദയും ഒക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. മൈദ പിന്നെ ഞാൻ അധികം ഫ്രിഡ്ജിൽ വെക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ മൈദ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. റവയാണ് വല്ലപ്പോഴും എടുക്കുന്നത്. അതുകൊണ്ടാണ് റവ ഞാൻ ഇതുപോലെ വെച്ചിരിക്കുന്നത്. പിന്നെ മുളക് പൊടി നമ്മൾ ഇടയ്ക്ക് വീട്ടിൽ പൊടിപ്പിച്ച മുളകല്ലാതെ നമുക്ക് ആവശ്യത്തിന് പുറമേ നിന്ന് വാങ്ങിച്ച മുളക്, ചില എരിവ് കുറഞ്ഞ മുളക് പൊടി ആവശ്യം വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ മുളക് പൊടി വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ചിക്കൻ മസാല ഒക്കെ എക്സ്ട്രാ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ്. ചില പൊടികളിൽ നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചു വയ്ക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട്. ചൈന ഗ്രാസ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എപ്പോഴും ചൈന ഗ്രാസിൻ്റെ റെസിപ്പീസ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ അതും വാങ്ങിച്ചിട്ട് നേരെ ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ താഴത്തെ തട്ട് കാണുന്നില്ല കേട്ടോ. അതെന്താ വെച്ചാൽ അത് ഞങ്ങളിങ്ങനെ വീട് ഷിഫ്റ്റ് ചെയ്ത് വന്നപ്പോൾ ആ തട്ട് കാണാതായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നുമില്ല, തട്ടില്ലാതെ ഫ്രീ ആയി കിടക്കുകയാണ്. ഫ്രിഡ്ജിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. പിന്നെ നമുക്കിനി ഫ്രീസർ കാണാം. പിന്നെ നമ്മൾ ഫ്രീസറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിലൊക്കെ ഞാൻ നേരത്തെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ജാതിക്ക, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ടൂട്ടി ഫ്രൂട്ടി, ചെറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ടിന്നുകളെല്ലാം കഴുകി ഫ്രഷ് ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കേക്കിലിടുന്ന സിൽവർ ബോൾസ് ഉണ്ട്, ഒരു ജാതിക്കയുടെ പകുതി ഉണ്ട്. പിന്നെ നമ്മുടെ ഓറഞ്ച് പീല് കുറച്ചിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കേക്ക് ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ്. അത് ഞാൻ ടിന്നിലേക്കൊന്നും മാറ്റി വെച്ചിട്ടില്ല. എന്ന് വെച്ചാൽ വളരെ കുറച്ചേ ഉള്ളൂ. ഇത് അടുത്തത് ഏതെങ്കിലും ദിവസം എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് തീർന്നു പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ ഡോറിൽ. പിന്നെ ഉള്ളത് ഐസ്ക്രീംസ് ഉണ്ട്. ഇവിടെ മെയിനായിട്ട് ഇതിൽ കുറച്ച് മീൻ ഇരിക്കുന്നുണ്ട്, ചെറിയൊരു ക്വാണ്ടിറ്റി. ഞാൻ ഒരുപാട് മീനൊന്നും വാങ്ങിച്ച് വെക്കാറില്ല. അതുകൊണ്ട് ചെറിയൊരു ക്വാണ്ടിറ്റി മീനേ ഉള്ളൂ നാളെ കറി ഉണ്ടാക്കാനുള്ളത്. പിന്നെ ഉള്ളത് ഐസാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത്. ഐസ് എന്തിനാണ് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് എന്നുള്ള ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ഐസിൻ്റെ കാര്യം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് കിടക്കുന്നതിന് മുൻപായിട്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ വൈകിട്ട് കിടക്കുന്നതിന് മുൻപായിട്ട് ഒരു ഐസ് ക്യൂബ് എടുത്ത് നമ്മുടെ ഫേസിലൊന്ന് റബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഐസ് ക്യൂബ് മെൽറ്റായി പോകുന്ന അത്രയും സമയം ഫേസും നെക്കും ഒന്ന് റബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് ആ ഒരു ക്ഷീണം അല്ലെങ്കിൽ ചെറുതായിട്ടൊരു തടിപ്പൊക്കെ ഉണ്ടാവുമല്ലോ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴും നമ്മൾ ടയർഡായി കഴിഞ്ഞിട്ട് വരുമ്പോഴൊക്കെ ഒന്ന് ഫേസിലൊന്ന് നമ്മൾ ഈ ഒരു ഐസ് ക്യൂബ് റബ്ബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഐസ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് പെട്ടെന്ന് ചൂട് സമയത്ത് വെള്ളമൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിലും ഐസ് ആവശ്യമാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഐസ് എടുക്കുന്നത് കേട്ടോ ഇവിടെ. അല്ലാതെ നമ്മൾ ഐസ് ഇട്ട് അധികം വെള്ളമൊന്നും കുടിക്കാറില്ല. കിച്ചൂസാണ് ഇവിടെ ഐസ് ഇട്ട് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫ്രിഡ്ജിലുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്രിഡ്ജ് ടൂറിൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ ഇഷ്ടമായോ ഇല്ലയോ, നിങ്ങൾ ഇതുപോലെയാണോ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യാറുള്ളത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.